Good morning. Today's class is about fatigue in materials. The components are subjected to forces which are not static but vary in magnitude with respect to time. The stresses induced due to such forces are called fluctuating stresses. And the meaning is, the stresses induced due to forces which are not static but vary in magnitude with respect to time. ഇപ്പോൾ ടൈമിനനുസരിച്ചിട്ട് മാഗ്നിറ്റ്യൂഡിൽ വേരിയേഷൻ വരുന്ന ഫോഴ്സസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്ട്രെസ്സസ് ആണ് ആക്ച്വലി ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ്. ദി കോമ്പണൻസ് ആർ സബ്ജക്റ്റഡ് ടു ഫോഴ്സസ് വിച്ച് ആർ നോട്ട് സ്റ്റാറ്റിക് ബട്ട് വേരി ഇൻ മാഗ്നിറ്റ്യൂഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ദി സ്ട്രെസ്സസ് ഇൻഡ്യൂസ്ഡ് ഡ്യൂ ടു സച്ച് ഫോഴ്സസ് ആർ കോൾഡ് ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ്. പിന്നെ ഒരു കണ്ടീഷൻ കൂടി, 80% or about 80% of failure of mechanical components are due to fatigue failure resulting from fluctuating stresses. ഈ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ് കൊണ്ടുള്ള ഫാറ്റിക് ഫെയിലിയർ കൊണ്ടാണ് about 80% ഓഫ് ദി ഫെയിലിയേഴ്സ് ഓഫ് മെക്കാനിക്കൽ കോമ്പണൻസ് നടക്കുന്നത്. ഇപ്പോൾ ഒരു മെഷീൻ ഡിസൈനിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ ഫാറ്റിക് ഫെയിലിയർ എന്ന് പറഞ്ഞ ഈ പാർട്ട്. ഓക്കെ, നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ മോഡൽസ് ഫോർ സൈക്ലിക് സ്ട്രെസ്സസ്. ഇവിടെ ആക്ച്വലി 3 മാത്തമാറ്റിക്കൽ മോഡൽസ് അതാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഫ്ലക്ച്വേറ്റിംഗ് ഓർ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സസ്, സെക്കൻഡ് വൺ റിപ്പീറ്റഡ് സ്ട്രെസ്സസ് ആൻഡ് ദി തേർഡ് വൺ റിവേഴ്സ്ഡ് സ്ട്രെസ്സസ്. വാട്ട് ഈസ് മീൻ ബൈ ഫ്ലക്ച്വേറ്റിംഗ് ഓർ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സസ്? ഇപ്പോൾ ആ വേർഡ് തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ഓർ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സസ് ആണ്. ഇറ്റ് ഹാസ് എ മീൻ വാല്യൂ ആസ് വെൽ ആസ് ആംപ്ലിറ്റ്യൂഡ് വാല്യൂ. ഇവിടെ നിങ്ങൾ ഈ ഒരു ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സ് നോക്കിയാൽ മനസ്സിലാവും. ഈ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സിൽ ഒരു സിഗ്മ മാക്സിമം സ്ട്രെസ് ഉണ്ട്, ഒരു മിനിമം സ്ട്രെസ് ഉണ്ട്. ബോത്ത് ഹാവ് മാഗ്നിറ്റ്യൂഡ് അതർ ദാൻ സീറോ വാല്യൂ. നെക്സ്റ്റ് ഈ ഒരു ഡിസ്റ്റൻസ് ദാറ്റ് മീൻസ് ആ മീൻ പൊസിഷൻ എന്ന് ഈ മാക്സിമത്തിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെ മീൻ പൊസിഷൻ നിന്ന് മിനിമത്തിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് ആക്ച്വലി ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്ട്രെസ്, ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ഓഫ് ദി സ്ട്രെസ്. നെക്സ്റ്റ് മീൻ വാല്യൂ. ആംപ്ലിറ്റ്യൂഡ് വാല്യൂ മീൻസ് ഹാഫ് ഇൻറ്റു സിഗ്മ മാക്സ് മൈനസ് സിഗ്മ മിനിമം, അതാണ് ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ്. നെക്സ്റ്റ് മീൻ വാല്യൂ ഓഫ് ദി സ്ട്രെസ് മീൻസ് ആവറേജ് ഓഫ് സിഗ്മ മാക്സ് ആൻഡ് സിഗ്മ മിനിമം, ദാറ്റ് മീൻസ് ഹാഫ് ഓഫ് സിഗ്മ മാക്സ് പ്ലസ് സിഗ്മ മിനിമം. ആ ഒരു വാല്യൂ ആണ് ഈ ആവറേജ് വാല്യൂ ഓർ മീൻ വാല്യൂ എന്ന് പറയുന്നത്, മീൻ വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദി സ്ട്രെസ്സസ് ക്യാൻ ബി ടെൻസൈൽ ഓർ കംപ്രസീവ് ഓർ പാർഷ്യലി ടെൻസൈൽ ആൻഡ് പാർഷ്യലി കംപ്രസീവ്. ഈ ഒരു കണ്ടീഷനും കൂടി ഒന്ന് ആലോചിക്കും. ഇതാണ് ആക്ച്വലി ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ്. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ് റിപ്പീറ്റഡ് സ്ട്രെസ്സസ് ആണ്. റിപ്പീറ്റഡ് സ്ട്രെസ്സസിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മിനിമം സ്ട്രെസ് ഈസ് ഈക്വൽ ടു സീറോ. അതാണ് ഈ കണ്ടീഷൻ. ഇപ്പം മിനിമം സ്ട്രെസ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കേസിൽ നോക്കിയാൽ മതി. മിനിമം വാല്യൂ സീറോ ആകുമ്പോൾ ഈ മീൻ വാല്യൂ ഈസ് ഈക്വൽ ടു ഹാഫ് സിഗ്മ മാക്സ് ആണ്. ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ഓഫ് ദി stress is equal to half sigma max, that must be equal to mean value of the alternating stress. That means again sigma mean is equal to half of sigma max in the case of repeated stresses. അപ്പോൾ അങ്ങനെ വരുന്ന സ്ട്രെസ്സസ് ആണ്, അങ്ങനെ വരുന്ന ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സസ് ആണ് റിപ്പീറ്റഡ് സ്ട്രെസ് എന്ന് നമ്മൾ പറയുന്നത്. ദ മിനിമം സ്ട്രെസ് ഈസ് ഈക്വൽ ടു സീറോ ആൻഡ് ദെയർഫോർ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് ആൻഡ് മീൻ സ്ട്രെസ് ആർ ഈക്വൽ ഇൻ ദി കേസ് ഓഫ് റിപ്പീറ്റഡ് സ്ട്രെസ്സസ്. ഈ ഒരു ഫിഗർ തന്നെ അനലൈസ് ചെയ്താൽ നമുക്കത് മനസ്സിലാവും. ഇവിടെ സിഗ്മ മിനിമം ഈസ് ഈക്വൽ ടു സീറോ ആണ്. ഓക്കെ, നെക്സ്റ്റ് റിവേഴ്സ്ഡ് സ്ട്രെസ് ആണ്. റിവേഴ്സ്ഡ് സ്ട്രെസ്സിൽ ഇറ്റ് ഈസ് സീറോ മീൻ സ്ട്രെസ് സീറോ ആണ്. മീൻ സ്ട്രെസ് സീറോ ആവണമെങ്കിൽ മീൻ മീൻസ് ഹാഫ് ഇൻറ്റു സിഗ്മ മാക്സ് പ്ലസ് സിഗ്മ മിനിമം. ഇപ്പം മീൻ വാല്യൂ സീറോ കിട്ടണമെങ്കിൽ ഇവിടെ കിട്ടുന്ന ഈ സിഗ്മ മാക്സ് മസ്റ്റ് ബി ഈക്വൽ ടു സിഗ്മ മിനിമം. ഇപ്പോൾ നെഗറ്റീവ് ഓഫ് സിഗ്മ മിനിമം ആയിട്ട് വരും.
അപ്പോൾ ഇത് ഈ ഒരു പാർട്ട് നെഗറ്റീവും ഈ ഒരു പാർട്ട് പോസിറ്റീവും ആവണം. ദാറ്റ് മീൻസ് ഈ പാർട്ട് പിന്നെ ടെൻസൈലും ഈ പാർട്ട് കംപ്രസീവും ആയിട്ട് വരണം. അങ്ങനെ വരുന്ന സ്ട്രെസ്സസ് കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് ആയിട്ട് വരുന്ന എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൻ്റെ കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് ആണ് സെക്കൻഡ് പാർട്ട്. അങ്ങനെ വരുന്ന സ്ട്രെസ്സസ് ആണ് റിവേഴ്സ്ഡ് സ്ട്രെസ്സസ്. ഇവിടെ നിങ്ങൾ പിന്നെ മീൻ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കേസിൽ മീൻ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പിന്നെ 0 കിട്ടും. ദാറ്റ് മീൻസ് 0ന് മുകളിലും താഴെയുമായിട്ടാണ് ഈ വാല്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസ് അത് പിന്നെ നേരത്തെ കേസിലൊക്കെ നമുക്കറിയാം ഇത് പിന്നെ നെഗറ്റീവിലേക്ക് പോകണമെന്നില്ല. റിപ്പീറ്റഡ് സ്ട്രെസ്സിൻ്റെ കേസിൽ നെഗറ്റീവിലേക്ക് പോകണമെന്നില്ല. പക്ഷേ ഈ ഒരു വാല്യൂ കൂടുതൽ ഇവിടെ ഒരു പിന്നെ വാല്യൂ കുറഞ്ഞിട്ടും വരുന്ന ഒരു കേസ് വന്നാൽ മതി. അപ്പോൾ ഈ ഒരു കേസിലും അതേപോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സസിൻ്റെ കേസിലും ഇത് വേണമെങ്കിൽ നമുക്ക് പിന്നെ പാർഷ്യലി ടെൻസൈലും ഓർ പാർഷ്യലി കംപ്രസീവും ആവാം ഫ്ലക്ച്വേറ്റിംഗ് പിന്നെ ഓർ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സസിൻ്റെ കേസിൽ. പക്ഷേ ഇവിടെ ഒരു സിഗ്മ മിനിമത്തിനൊരു വാല്യൂ ഉണ്ട്. വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ തന്നെയാണ് ഈ കേസിൽ വരുന്നത്. സിഗ്മ മാക്സിന് ഒരു പോസിറ്റീവ് വാല്യൂ. അതേസമയം ഈ റിവേഴ്സ്ഡ് സ്ട്രെസ്സിൻ്റെ കേസിൽ ഒരു ഹാഫ് ടെൻസൈലും ഒരു ഹാഫ് മസ്റ്റ് ബി കംപ്രസീവുമാണ്. അപ്പോൾ സോ ഹാഫ് പോർഷൻ ഓഫ് ദി സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് ടെൻസൈൽ സ്ട്രെസ്സസ് ആൻഡ് ദി റിമൈനിങ് ഹാഫ് ഓഫ് കംപ്രസീവ് സ്ട്രെസ്. അത് മസ്റ്റാണ്. അങ്ങനെയുള്ള കേസിൽ മാത്രമേ നമുക്കത് 0 വാല്യൂ മീൻ സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 ആക്കി മാറ്റാൻ പറ്റും. അത് അങ്ങനെയുള്ള കേസാണ് ആക്ച്വലി റിവേഴ്സ്ഡ് സ്ട്രെസ്. ഓക്കെ, ഇത്രയും പാർട്ടാണ് നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടിൽ നോക്കാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലക്ച്വേറ്റിംഗ് ഓർ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സസിൻ്റെ കേസ് ഇവിടെ 2 സിഗ്മ മാക്സും സിഗ്മ മിനിമവും പോസിറ്റീവ് വാല്യൂ ആണ്, നെഗറ്റീവ് അല്ല. പിന്നെ കംപ്രസീവ് ആവാം, ഐദർ കംപ്രസീവ് ഓർ പിന്നെ ദി സ്ട്രെസ്സസ് ക്യാൻ ബി ടെൻസൈൽ ഓർ കംപ്രസീവ് എന്നാണ്. ബട്ട് ടെൻസൈലാണെങ്കിൽ രണ്ടും ടെൻസൈലായിട്ട് പിന്നെ വന്നാലും പിന്നെ നമുക്ക് ഈ കേസിൽ ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ്സായിട്ട് നമുക്ക് കാണിക്കാം. അതേപോലെ രണ്ടും പിന്നെ കംപ്രസീവ് ആവാം. അപ്പോൾ എന്തായാലും ആ ഒരു വാല്യൂ ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് വാല്യൂ തന്നെ ഇവിടെ പിന്നെ സിഗ്മ മാക്സിനും പോസിറ്റീവ് വാല്യൂ, സിഗ്മ മിനിമത്തിനും പോസിറ്റീവ് വാല്യൂ തന്നെ നമുക്ക് കൊടുക്കാം. ഈ കേസിൽ നമുക്ക് പിന്നെ ആവറേജ് വാല്യൂ 0 വരണം എന്നുള്ള കേസ് ഇല്ല ആൾട്ടർനേറ്റിംഗ് ഓർ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സിൽ. പക്ഷേ ഈ കേസിൽ ആവറേജ് വാല്യൂ 0 തന്നെ വന്നിരിക്കണം റിവേഴ്സ് സ്ട്രെസ്സിൻ്റെ കേസിൽ. അവിടെ പിന്നെ ഒരു ഭാഗം ടെൻസൈലും ഒരു ഭാഗം കംപ്രസീവ് തന്നെയാണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. ഈ കാര്യമാണ് ഡിസ്കഷൻ ചെയ്യാനുള്ള ഫസ്റ്റ് പാർട്ടിൽ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് ദ ഫാറ്റിക് ഫെയിലിയർ. ഫാറ്റിക് ഫെയിലിയറിൻ്റെ കേസിൽ ഫാറ്റിക് ഫെയിലിയർ ഈസ് ഡിഫൈൻഡ് ആസ് ദി ടൈം ഡിലേഡ് ഫ്രാക്ചർ അണ്ടർ സൈക്ലിക് ലോഡിംഗ്. ഫ്രാക്ചർ ഫെയിലിയർ ഈസ് ഡിഫൈൻഡ് ആസ് ദി ടൈം ഡിലേഡ് ഫ്രാക്ചർ അണ്ടർ സൈക്ലിക് ലോഡിംഗ്. സൈക്ലിക് ലോഡിങ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യുന്നു അവിടെ പിന്നെ ക്രാക്ക് വരും. ക്രാക്ക് വന്നിട്ട് അത് ഫെയിലിയർ ആവും. ആ ടൈപ്പ് ഫെയിലിയറാണ് ആക്ച്വലി ഫാറ്റിക് ഫെയിലിയർ. ഇപ്പോൾ ഫാറ്റിക് ഫെയിലിയർ ബിഗിൻസ് വിത്ത് എ ക്രാക്ക് അറ്റ് സം പോയിന്റ് ഇൻ ദി മെറ്റീരിയൽ. ദി ക്രാക്ക് ഈസ് മോർ ലൈക്ലി ടു ഒക്യൂർ ദി ഫോളോയിങ് റീജിയൻസ്. ആ ഒരു പിന്നെ റീജിയൻസ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന റീജിയണൽ, അല്ലെങ്കിൽ റീജിയൻസ് ഓഫ് ഇറഗുലാരിറ്റീസ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ക്രാക്സ്, ഇങ്ങനെയൊക്കെ ഉള്ള പോയിന്റിലാണ് ആ ഫസ്റ്റ് നമുക്ക് ക്രാക്ക് വിസിബിൾ ആവുക. ആ ക്രാക്ക് പിന്നീട് പിന്നെ കൂടി അവസാനം മെറ്റീരിയൽ ഫെയിലിയറിലേക്ക് എത്തും. അപ്പോൾ അത് ഷിയറിൻ്റെ കേസിലാവാം. ഇവിടെ ഷിയറാണ്. ഇത് പിന്നെ ബെൻഡിങ് കേസ് തന്നെ, ബെൻഡിങ് ആൻഡ് അൺബെൻഡിങ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ അത് ഇവിടെ വെച്ച് ഫ്രാക്ചർ വന്ന് ഫെയിലിയർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഫാറ്റിക് ഫെയിലിയറിൻ്റെ കേസ്. നെക്സ്റ്റ് എൻഡ്യൂറൻസ് ലിമിറ്റ്. നമുക്ക് നെക്സ്റ്റ് 2 പാർട്ടിൽ നോക്കാനുള്ളത് എൻഡ്യൂറൻസ് ലിമിറ്റ് ആൻഡ് ഫാറ്റിക് ലൈഫ്. What is the difference between endurance limit and fatigue life? Endurance limit means, or fatigue limit of a material is defined as the maximum amplitude of completely reversed stress that the standard specimen can sustain for an unlimited number of cycles without fatigue failure. അപ്പോൾ വിത്തൗട്ട് ഫാറ്റിക് ഫെയിലിയർ ഒരു സ്റ്റാൻഡേർഡ് സ്പെസിമെന് കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് സ്ട്രെസ്സാണ് നമ്മളിങ്ങനെ സ്റ്റാൻഡേർഡ് സ്പെസിമെനിൽ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അതിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഒരു റിവേഴ്സ്ഡ് സ്ട്രെസ്സ് നമ്മൾ മുന്നേ നോക്കിയ റിവേഴ്സ്ഡ് സ്ട്രെസ്സ്, ആ റിവേഴ്സ്ഡ് സ്ട്രെസ്സിന് ഒരു പർട്ടിക്കുലർ പിന്നെ ആംപ്ലിറ്റ്യൂഡ് കൊടുക്കുക. ആ ആംപ്ലിറ്റ്യൂഡിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് നമ്പർ ഓഫ് സൈക്കിൾസിൽ ഈ മെറ്റീരിയൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ അൺലിമിറ്റഡ് നമ്പർ ഓഫ് സൈക്കിൾസിൽ അതിൽ പിന്നെ ഈ ഒരു പിന്നെ ലോഡ് അല്ലെങ്കിൽ ഈ ഒരു പിന്നെ സ്ട്രെസ്സ്
താങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, എത്ര മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരെ നമുക്ക് ആ പർട്ടിക്കുലർ സ്പെസിമെൻ താങ്ങാൻ പറ്റും, ആ മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ് ആക്ച്വലി എൻഡ്യൂറൻസ് ലിമിറ്റ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് സ്ട്രെസ് ദാറ്റ് ദ സ്റ്റാൻഡേർഡ് സ്പെസിമെൻ ക്യാൻ സസ്റ്റെയിൻ ഫോർ an unlimited number of cycles without fatigue failure. ഇനി fatigue life means the fatigue life is defined as the number of stress cycles. Number of cycles ആണ് fatigue life ആയിട്ട് വരുന്നത്. Number of stress cycles that the standard specimen can complete during the test before the appearance of the first fatigue crack. അപ്പോൾ ഫസ്റ്റ് fatigue crack വിസിബിൾ ആകുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്ര നമ്പർ ഓഫ് സ്ട്രെസ് സൈക്കിൾ ആ ഒരു പിന്നെ സ്റ്റാൻഡേർഡ് സ്പെസിമെൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇതാണ് ഫാറ്റിക് ലൈഫ്. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുക, ഫാറ്റിക് ലൈഫ് ആൻഡ് എൻഡ്യൂറൻസ് ലിമിറ്റ്. എൻഡ്യൂറൻസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് സ്ട്രെസ് ആണ്. ഇവിടെ നമ്പർ ഓഫ് സൈക്കിൾസ് ആണ്, സ്ട്രെസ് സൈക്കിൾസ് ആണ് ഫാറ്റിക് ലൈഫ്. ഓക്കെ, നെക്സ്റ്റ് ഫാറ്റിക് എക്സ്പെരിമെൻറ്റ്. നമുക്കൊരു റൊട്ടേറ്റിംഗ് ബീം മെഷീനിലാണ് നമ്മൾ ഫാറ്റിക് എക്സ്പെരിമെൻറ്റ് നടത്തുന്നത്. അതിൻ്റെ സ്പെസിമെൻറ്റിൻ്റെ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ 85 mm ലെങ്ത്ത്, പിന്നെ അതിൻ്റെ ഷേപ്പ് ഇത് ഈ ഒരു ഷേപ്പാണ്. ഈ സെൻറ്ററിൽ 7.5 mm പിന്നെ ഡയമീറ്റർ വരുന്ന രീതിയിൽ, പിന്നെ രണ്ട് എൻഡിൽ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കൊടുക്കുകയാണ്. ഈ രീതിയിൽ ഒരു ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് സ്പെസിമെൻ ആയിട്ട് എടുക്കുന്നത്. അത് ഈ ഒരു റൊട്ടേറ്റിംഗ് ബീം മെഷീനിൽ ഇവിടെ ഫിക്സ് ചെയ്യുകയാണ്, ഈ ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്യുകയാണ്, ഈ രണ്ട് ചക്കിൽ ഫിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ രണ്ട് എൻഡിലും നമ്മൾ പിന്നെ വെയിറ്റ് കൊടുക്കും. ആ വെയിറ്റ് നമുക്ക് ആഡ് ചെയ്യുക, അതേസമയം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ചേഞ്ചിങ് ദി ബെൻഡിങ് മൊമെൻറ്റ് ബൈ ആഡിങ് ഓർ എഡീഷൻ ഓർ ഡിലീഷൻ ഓഫ് വെയ്റ്റ്സ് ആണ്. അവിടെ നമുക്ക് പിന്നെ ബെൻഡിങ് മൊമെൻറ്റ് ചേഞ്ച് ചെയ്യുക. ഇവിടെ ഒരു ഇലക്ട്രിക് മോട്ടോർ കൊടുത്തിട്ടുണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ, ഈ ഇതിന് റൊട്ടേഷൻ കൊടുക്കാൻ, നമ്പർ ഓഫ് സൈക്കിൾസ് കൊടുക്കും, അത് കൗണ്ട് ചെയ്യാൻ റെവല്യൂഷൻ കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ പിന്നെ ഇനിയൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുവാണ്. ഗ്രാഫിൽ സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് നമ്പർ ഓഫ് സ്ട്രെസ് സൈക്കിൾസ് SF വേഴ്സസ് N ഗ്രാഫാണ് നമുക്ക് പ്ലോട്ട് ചെയ്യുക. അത് ഓരോ മെറ്റീരിയലിനും ഓരോ ടൈപ്പ് SF വേഴ്സസ് N ഗ്രാഫായിരിക്കും. അപ്പോൾ ഇതാണ് പിന്നെ ഫാറ്റിക് എക്സ്പെരിമെൻറ്റ്. ഡിഫറെൻറ്റ് ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് പിന്നെ നമ്മൾ ഇത് SF വേഴ്സസ് N ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. അപ്പോൾ അതിൽ ഇതാണ് മെറ്റീരിയൽ. ഈ മെറ്റീരിയലിൻ്റെ ഒരു ഇത് കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ്, ഇവിടെ ബെൻഡിങ് മൊമെൻറ്റ് കൊടുക്കുമ്പോൾ ഈ അപ്പർ മോസ്റ്റ് ആയിട്ട് വരുന്ന, ഈ ഔട്ടർ മോസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ഫൈബറിൽ മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സും, ഈ ഏറ്റവും ലോവർ മോസ്റ്റ് ആയിട്ട് വരുന്ന ഫൈബറിൽ മാക്സിമം കംപ്രസീവ് സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യും. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പെരിഫറിയിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റ് പിന്നെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ഒരു പോയിൻറ്റ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിന്നെ അതിന് വരുന്ന ടെൻസൈൽ ഫോഴ്സ് ആൻഡ് കംപ്രസീവ് ഒരു ഘട്ടത്തിൽ അത് ഏറ്റവും മുകളിലെത്തുമ്പോൾ അത് പിന്നെ ടെൻസൈൽ ഫോഴ്സാണ് അത് ആ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുക. ഇനി അത് തിരിഞ്ഞ് താഴേക്ക് വരുമ്പോൾ അതിലെ കംപ്രസീവ് ഫോഴ്സ് പിന്നെ ഡെവലപ്പ് ചെയ്യും. ആ രീതിയിലാണ് തീറ്റ ഇൻ ഡിഗ്രീസ് 360 ഡിഗ്രിയിൽ എത്തുമ്പോൾ ഇത്രയും ആണ് അതിൻ്റെ അകത്ത് അതിൽ ആ ഒരു പിന്നെ സ്ട്രെസ് സൈക്കിൾ, ഒരു പർട്ടിക്കുലർ പോയിന്റിലെ സ്ട്രെസ് സൈക്കിൾ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം, ഈ രീതിയിൽ മാർക്ക് ചെയ്യാം. തീറ്റ മസ്റ്റ് ബി ഇൻ ഡിഗ്രീസ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ SN കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഫാറ്റിക് ഫെയിലിയർ എപ്പോഴാണോ നമ്പർ ഓഫ് സൈക്കിൾസ് പിന്നെ ഇപ്പോൾ 10⁻³ നമ്പർ ഓഫ് സൈക്കിൾസിലെത്തും ഫാറ്റിക് ക്രാക്ക് വരുവാണെങ്കിൽ ആ പോയിൻ്റ് അവിടെ മാർക്ക് ചെയ്യും. അങ്ങനെ മാർക്ക് ചെയ്ത് പോവുക ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ലോഗ് ഗ്രാഫാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലോഗ് ഓഫ് എന്ന് പറഞ്ഞാൽ 10 ബേസ് ആയിട്ട് വരുന്ന ലോഗ് ഓഫ് N നമ്പർ ഓഫ് സൈക്കിൾസ്, അത് പിന്നെ X ആക്സിസിലും ലോഗ് SF ലോഗ് 10 ബേസ് ആയിട്ടുള്ള SF 10 ബേസ് ആയിട്ടുള്ള ലോഗ് SF, അപ്പോൾ ലോഗ് 10 SF ഓർ ലോഗ് SF Y ആക്സിസിലും കൊടുക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പിന്നെ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സൈക്കിൾസിൽ അല്ലെങ്കിൽ പിന്നെ സ്ട്രെസ് സൈക്കിള് സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡിന് ചേഞ്ച് വരും. സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡിന് ചേഞ്ച് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഫസ്റ്റ് ക്രാക്ക് വരുന്നത്, ഫെയിലിയർ പോയിൻ്റ് ഫസ്റ്റ് ക്രാക്ക് വരുന്നത് എത്ര റെവല്യൂഷനാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. ആ രീതിയിൽ നമ്മളത് മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ, ഇപ്പോൾ SN കർവ് സ്റ്റീലാണ് ഇവിടെ പിന്നെ കാണിച്ചിട്ടുള്ളത്. ഈ സ്റ്റീലിനെ സംബന്ധിച്ചിട്ട് ഇനി എത്ര തന്നെ പിന്നെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ, ഈ ഒരു പർട്ടിക്കുലർ പിന്നെ പോയിന്റിൽ SF എത്തിക്കഴിഞ്ഞാൽ, ഈ പിന്നെ ലോഗ് SF എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് പിന്നെ നമ്പർ ഓഫ് സൈക്കിൾസ് എത്ര തന്നെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും അതിനേക്കാൾ താഴേക്ക്
പിന്നെ ഈ ലോഗ് ഓഫ് എസ് എഫ് വാല്യൂ ഡിക്രീസ് ചെയ്യുന്നില്ല. ആ കേസിലാണ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡ് അറ്റ് 10⁻⁶ സൈക്കിൾസ് റെപ്രസെൻറ്റ്സ് ദി എൻഡ്യൂറൻസ് ലിമിറ്റ് ഓഫ് ദി മെറ്റീരിയൽ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നീട് അങ്ങോട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്ട്രെസ് സൈക്കിൾസ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അപ്പോൾ ഇതാണ് ഈ ഒരു പാർട്ടാണ്, ഈ ഒരു വാല്യൂ ആണ് എൻഡ്യൂറൻസ് ലിമിറ്റായിട്ട് നമ്മൾ എൻഡ്യൂറൻസ് ലിമിറ്റ് ഓഫ് ദി മെറ്റീരിയലായിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു പിന്നെ എൻഡ്യൂറൻസ് ലിമിറ്റിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് എഫ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുന്നേ ഫെയിലിയർ ആവും. അതേസമയം ഈ ഒരു വാല്യൂവിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ എത്തിക്കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈക്കിൾസ് നമുക്ക് അതിൽ പിന്നെ സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡ് അപ്ലൈ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്കത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റെവല്യൂഷൻ വരെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ, ആ ആംപ്ലിറ്റ്യൂഡിൻ്റെ മാക്സിമം വാല്യൂ ആണ് ആക്ച്വലി എൻഡ്യൂറൻസ് ലിമിറ്റ്. ആ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ്. അതിനേക്കാൾ കൂടുതലാകുമ്പോൾ അതിനേക്കാൾ പിന്നെ കുറഞ്ഞ നമ്പർ ഓഫ് സൈക്കിൾസിൽ ഫെയിലിയർ ആവും. അതേസമയം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റെവല്യൂഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് അതിന് എൻഡ്യൂറൻസ് ലിമിറ്റ് സ്ട്രെസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാണ് എസ് എൻ കർവ് ഫോർ സ്റ്റീൽസ്. ഇങ്ങനെ ഡിഫറെൻറ്റ് മെറ്റീരിയലിന് ഡിഫറെൻറ്റ് കേർവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എസ് എൻ കേർവ്. ഓക്കെ, താങ്ക് യു ഓൾ.